അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളാകുന്ന നമുക്ക് മാത്രം അല്ലാഹു തആല നൽകിയിട്ടുള്ള വലിയൊരു പ്രത്യേകതയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ, ഇന്ന് സ്വലാത്തുകൾ ഒരുപാട് പറയാനുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ കഹഫ് പാരായണം, മറ്റ് ദിക്ർ ഔറാദുകൾ, അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അൽഹംദുലില്ലാ നമ്മുടെ ഈ മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുക്കുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ മഗ്‌രിബിന് ശേഷം നമ്മൾ സ്ഥിരമായി ഓതുന്ന യാസീൻ, അതുപോലെ തന്നെ സൂറത്തുൽ വാക്കിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾ മുടങ്ങിപ്പോവാൻ പാടില്ല കേട്ടോ. നമ്മൾ വലുതായി വന്നിട്ടുള്ള നമ്മുടെ ഉസ്താദുമാരും മഹാന്മാരൊക്കെ പഠിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പങ്കെടുക്കുക. പലരും ചോദിച്ചു, ഉസ്താദ് രാത്രി തന്നെ നമ്മുടെ മജ്‌ലിസ് കാണണം. വേണ്ട, നിങ്ങൾക്ക് നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ നാളെ ഉച്ചക്കോ ഒക്കെ ആയിട്ട് നമ്മുടെ ഈ മജ്‌ലിസ് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇത് ദിക്ർ നിങ്ങൾ ചൊല്ലി തീർത്താൽ മതി. അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നും ഇന്ന് രാത്രി തന്നെ കുത്തിയിരുന്ന് ചൊല്ലി തീർക്കണം അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. ഇന്ന് രാത്രി ചൊല്ലാൻ പറ്റുന്നവർ അൽഹംദുലില്ലാഹ് ചൊല്ലുക. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഇൻഷാ അല്ലാഹ് താമസിക്കേണ്ട. നമുക്കൊരു സ്വലാത്ത് പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ ദിക്ർ ഔറാദിന്റെ മജ്‌ലിസ് തുടങ്ങാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ദുആകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ മജ്‌ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കൊരു സ്വലാത്ത് പറഞ്ഞാലോ? ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന, വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലോ മാത്രമല്ല കേട്ടോ സ്വലാത്ത് ചൊല്ലേണ്ടത്. എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം. അത് പറ്റുന്നത് പോലെ നമുക്ക് അറിയാവുന്ന സ്വലാത്തുകളൊക്കെ മാറി മാറി ചൊല്ലണം. എപ്പോഴും ഒരു സ്വലാത്ത്, അത് ഏത് സ്വലാത്ത് ചൊല്ലാനും പ്രതിഫലമാണ്. ഇബ്രാഹിമിയ സ്വലാത്താണെങ്കിൽ ഒന്നുകൂടി അതിന് പ്രതിഫലമാണ്. മാറ്റുരക്കാൻ നമുക്ക് പറ്റും, ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. മാത്രമല്ല മഹത്തുക്കളൊക്കെ അവർ സ്ഥിരമായി ചൊല്ലിയിരുന്ന ഏതൊക്കെ സ്വലാത്തുണ്ടോ അതൊക്കെ ഇങ്ങനെ നമ്മൾ മാറി മാറി ചൊല്ലിയാൽ ഓരോ സ്വലാത്തിനും കിട്ടുന്ന വ്യത്യസ്തമായ നേട്ടങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് കൊയ്തെടുക്കാൻ പറ്റും, നേടാൻ പറ്റും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമുക്കൊരു സ്വലാത്ത് എന്ന് പറയാം. ഇതിന് ഒരുപാട് പ്രതിഫലങ്ങൾ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മുഴുവനും നമുക്ക് നേടിയെടുക്കണം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. ഒരുപാട് പെട്ടെന്നുള്ള അപകട മരണങ്ങൾ
അല്ലെ? പെട്ടെന്ന് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാവുക, പെട്ടെന്ന് കടത്തിലായി പോവുക, പെട്ടെന്ന് മനുഷ്യന്റെ ഭാഗത്ത് നിന്നും അതല്ലാത്ത രൂപത്തിലൊക്കെ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാവുക ഇന്ന് കൂടി വരുന്ന കാലമാണ്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ നമ്മളെല്ലാവരും എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന വിഷമ പ്രയാസങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യനും അതല്ലാത്ത ജീവികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ എല്ലാത്തിനും തൊട്ടും കാവൽ കിട്ടാൻ എല്ലാ ദിവസവും രാവിലെയും സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം വീതം പറയൽ വളരെയധികം അത്യാവശ്യമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച നബി തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുള്ള ഒരു പുണ്യമായ ഒരു ദിക്ർ. അതൊരു കാവലിന്റെ ദിക്ർ കൂടിയാണ്. നമുക്കൊന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ഇത് ഇപ്പൊ മാത്രമല്ല കേട്ടോ, ഇന്നിപ്പോ മഗ്രിബിന് ശേഷം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും ഈ ദിക്റൊന്നും പറയാൻ മറന്നു പോകണം. എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് പറ്റുന്നതുപോലെ പറയുക. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നല്ല ഗുണങ്ങളിൽപ്പെട്ടതാണ് തവക്കുൽ ഉണ്ടാവുക, അള്ളാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുക. എൻ്റെ എല്ലാ കാര്യം ചെയ്തു തരുന്നത് പടച്ചവനാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ജീവിതം ഹാപ്പി ആയിരിക്കും. എൻ്റെ പൈസയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ എൻ്റെ കച്ചവടമാണ് എന്നെ വളർത്തുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എല്ലാം പടച്ചവനാണ്, അവൻ എനിക്ക് വേണ്ട വിധത്തിൽ എല്ലാം തരും. ഇനി എന്തെങ്കിലും തരാതെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ഖൈർ, അങ്ങനെ ഒരു ചിന്ത വേണം. അപ്പോൾ തവക്കുൽ ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കണം. നമുക്ക് അതിനുള്ളൊരു ദിക്റുണ്ട്, ഒന്ന് പറഞ്ഞാലോ? നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ കാര്യം പടച്ചോനാണ് നിർവഹിച്ചു തരുന്നത്. പറഞ്ഞോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ولا حول ولا قوة إلا بالله العلي العظيم.
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനമുണ്ട്. ഇതൊരു ദിക്റാണ്, ദുആയാണ്, ഏത് ഗണത്തിലും നമുക്ക് പെടുത്താൻ പറ്റും. ഒരുപാട് പ്രതിഫലങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും തൻ്റെ നിസ്കാരത്തിൻ്റെ റുകൂഇലും സുജൂദിലൊക്കെ അധികരിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ചില മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഔലിയാക്കന്മാരൊക്കെ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു പുണ്യമായ വചനമാണ്. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വലിയ ഒരു സുന്ദരമായ ഒരു വചനമാണ്, വാക്കാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടങ്ങൾ ഇത് പറഞ്ഞാൽ കിട്ടും. അല്ലാഹു തആല ഇത് പറയുമ്പോൾ എന്തൊക്കെ പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ. പറഞ്ഞു. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. 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 സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്.
സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് നമുക്ക് ചൊല്ലാം. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ചൊല്ലുന്ന നമുക്ക് എല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാൻ പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. മാത്രമല്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ, ഹൗദുൽ കൗസർ കുടിക്കാൻ എല്ലാം അല്ലാഹു തആല നബി തങ്ങളെ സ്വപ്നം കാണാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അവസരം തരുമാറാവട്ടെ. ഇനി പറയുന്ന സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പുണ്യമായ ആ ഒരു വചനം പറഞ്ഞാലോ. അല്ലാഹു തആല നമ്മുടെ വിഷമ പ്രയാസ സങ്കട ദുഃഖങ്ങൾ ഈ വാചകം കൊണ്ട് മാറ്റിത്തരട്ടെ. പറഞ്ഞോ, നമ്മുടെ മാത്രമല്ല നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ സലാമത്തിലാക്കട്ടെ. ആമീൻ. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക
സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അൽഹംദുലില്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മൾ പറഞ്ഞ ദിക്ർ, സ്വലാത്ത്, മറ്റ് തസ്ബീഹുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ചൊല്ലുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലെ തഖ്വ കുറവുണ്ടെങ്കിൽ, ഈമാൻ കുറവുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു താല പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം ചൊല്ലിയ നമുക്കെല്ലാവർക്കും അള്ളാഹു താല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അനവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു. ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മറ്റ് സൂറത്തുകളൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. ഇലാ ഹളറത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات أهل الخير والفضل كلهم أجمعين وإلى حضرات من ماتوا منا يا رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين
اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അർഹമുറാഹിമീനായ കരുണയുള്ള രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആകൾക്ക് നീ ഉത്തരം തരണേ അല്ലാഹ്, ഇജാബത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാവരും ആഖിറത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ ഔറാദുകൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ, ഞങ്ങളുടെ ദുആ അല്ലാഹുവേ എല്ലാം ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്നൊരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. എല്ലാത്തിനും ഒരുപാട് പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, എല്ലാം നീ പരിഹരിച്ച് സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും പങ്കെടുക്കുന്ന മജ്ലിസാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി തെറ്റുകൾ ചെയ്തു പോയവരാണ്, അബദ്ധങ്ങൾ പറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാപ്പ് തരണേ അല്ലാഹ്. ഇനി ഞങ്ങൾ പാപങ്ങൾ ചെയ്യില്ല അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പൊന്നു വാപ്പമാര്, ഉമ്മമാര്, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, കുടുംബക്കാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, അവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു തെറ്റും ചെയ്യില്ല റബ്ബേ. ഇത് ഞങ്ങളുടെ തൗബയുടെ മജ്ലിസാണ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈമാൻ തരണേ അല്ലാഹ്, ഇഖ്ലാസ് തരണേ അല്ലാഹ്, തഖ്വ തരണേ അല്ലാഹ്, ഇസ്തിഖാമത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും ഞങ്ങളോട് ദുആ വസിയ്യത്ത് പറഞ്ഞവരാണ്. അല്ലാഹുവേ ഇന്നത്തെ മജ്ലിസും പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മാനെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നു അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ രോഗികളാണ് പടച്ചവനെ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാ സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ പലരും അസുഖത്തിലാണ്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഉള്ളത് മുഴുവനും വിറ്റ് തുലച്ചാലും മാറാത്ത അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്, അറ്റാക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ അതുപോലെ ഹൃദയത്തിനും കിഡ്നിക്കും അതുപോലെ കരളിനും പ്രശ്നങ്ങൾ തരല്ലേ റബ്ബേ. ഏതെങ്കിലും ഒരു അസുഖത്തിന് ഞങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നീ ശിഫാ തരണേ അല്ലാഹ്. നീ തന്നെ ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാഹ്. മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല, എപ്പോഴാണെങ്കിലും മരിക്കും റഹ്മാനെ. നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന, അല്ലാഹുവേ നിസ്കരിച്ചുകൊണ്ട് മരിക്കുന്ന, നോമ്പുകാരായി മരിക്കുന്ന, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കുന്ന നല്ല മരണം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ അമലുകളിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ കാരണം മറ്റൊരാൾ വേദനിക്കുന്ന അവസ്ഥ വരുത്തല്ലേ റബ്ബേ. ഞങ്ങൾ കാരണം മറ്റൊരാൾ വിഷമിക്കുന്ന ഒരു അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവർ, റഹ്മാനെ ഇങ്ങനെ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം എന്തെല്ലാം വിഷമ പ്രയാസത്തിലാണോ എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ സലാമത്ത് തരണേ അല്ലാഹ്, ആഫിയത്ത് തരണേ അല്ലാഹ്, സന്തോഷം തരണേ അല്ലാഹ്, ഖൈറുകൾ തരണേ അല്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, എല്ലാവർക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ മരിച്ച് ഖബറിൽ
ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹുവേ പടച്ചവനെ, എല്ലാവരെയും ഖബർ എടുക്കുമെന്ന് നിന്റെ മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബർ എടുക്കുമ്പോൾ വേദന അറിയാത്ത മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. സ്വർഗത്തിന്റെ 7 കവാടങ്ങളിൽ നിന്നും മലക്കുകൾ വിളിക്കുന്ന ആളുകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം ഒരുമിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ ഈ പ്രാവശ്യം ഹജ്ജിനും ഉംറക്കും കിട്ടിയിട്ടുള്ള ഉമ്മമാരുണ്ട്, പോവാൻ ഉദ്ദേശിക്കുന്നവർ. റഹ്മാനെ, അവരുടെ യാത്രകൾ എളുപ്പമാക്കണേ അല്ലാ. ആ ഉദ്ദേശം, ആ ഒരു വലിയ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ഉമ്മമാര് ഉപ്പമാര്, അവരുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവരാണ്, ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ എല്ലാവിധ നന്മയും തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. എത്രയോ സ്ഥലങ്ങളിൽ, ഫലസ്തീനിലെ ഗസയിലെ ഇന്ത്യൻ മുസൽമാൻ അല്ലാഹുവേ ഒരുപാട് പ്രയാസത്തിലാണ്. എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാൻ തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഖൈറദ് ദുനിയാ വ ഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയാ വ ശർറൽ ആഖിറ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. കൃത്യസമയത്ത് തന്നെ എല്ലാവരും പങ്കെടുക്കുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ചൊല്ലട്ടെ, എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.